നമസ്കാരം. ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി ഒരു 3-4 ജില്ലകൾ പഠിക്കാനുണ്ട്. അതിൽ കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കോഴിക്കോട് തളി മഹാക്ഷേത്രം. കോഴിക്കോട് നഗരമധ്യത്തിൽ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു ക്ഷേത്രമാണ് കോഴിക്കോട് തളി ക്ഷേത്രം അല്ലെങ്കിൽ തളിയമ്പലം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രം പ്രധാനമായും 2 ദേവന്മാരാണ്. മഹാദേവനും പിന്നെ ശ്രീകൃഷ്ണനും ആണ് ഇവിടുത്തെ തുല്യ പ്രാധാന്യത്തിൽ. ശ്രീകൃഷ്ണനുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഓർമ്മിക്കുക, പരമശിവനും തുല്യ പ്രാധാന്യത്തിൽ. പരമശിവൻ ആനന്ദഭാവത്തിലുള്ള പരമശിവൻ, പാർവതി സമേതനായ പരമശിവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. തുല്യ പ്രാധാന്യത്തിൽ ശ്രീകൃഷ്ണനുമുണ്ട്. പിന്നെ അതിലെ മറ്റൊരു പ്രത്യേകത, ഈ മഹാദേവൻ്റെ അല്ലെങ്കിൽ ശിവദർശനം കിഴക്കോട്ടും കൃഷ്ണദർശനം പടിഞ്ഞാറോട്ടുമാണ്. ശിവദർശനം കിഴക്കോട്ടും കൃഷ്ണദർശനം പടിഞ്ഞാറോട്ടുമാണ്. ഈ കാര്യം ഓർമ്മിക്കുക. പിന്നെ കോഴിക്കോട് തളി ക്ഷേത്രം അല്ലെങ്കിൽ തളിയമ്പലം എന്നറിയപ്പെടുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് രേവതി പട്ടത്താനം. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. രേവതി പട്ടത്താനം ഈ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു തർക്ക സദസ്സാണ്. ആദ്യകാലത്ത് തർക്ക സദസ്സായിരുന്നു ഈ പറയുന്ന രേവതി പട്ടത്താനം. കോഴിക്കോട് സാമൂതിരിമാർ ആരംഭിച്ച ഒരു തർക്ക സദസ്സായിരുന്നു രേവതി പട്ടത്താനം. അതിൽ ഈ വരുന്ന പണ്ഡിതന്മാരെ ഭട്ട എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ഭട്ട അതാണ് പിന്നീട് പട്ടത്താനമായി മാറിയത്. പിന്നീട് പട്ടത്താനമായി മാറുകയാണ് ഉണ്ടായത്. പിന്നെ തുലാം മാസത്തിലെ രേവതി നാളിലാണ് ഈ രേവതി പട്ടത്താനം നടക്കുന്നത്. 7 ദിവസത്തെ ഒരു വാർഷിക സാംസ്കാരിക ബൗദ്ധിക പരിപാടിയാണ്, ബൗദ്ധിക സമ്മേളനമാണ് പിന്നെ രേവതി പട്ടത്താനം. ഓർമ്മിക്കുക, രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം. പിന്നെ ഈ രേവതി പട്ടത്താനത്തിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാരെ പണ്ട് ഭട്ട എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിമാരാണ് ഈ തർക്ക സദസ്സ് ആരംഭിച്ചത്. ഇന്ന് അതൊരു സാംസ്കാരിക പരിപാടിയായിരുന്നു നടക്കുന്നത്. രേവതി പട്ടത്താനം തുലാം മാസത്തിലെ രേവതി നാളിലാണ് ഇത് നടക്കുന്നത്. പിന്നെ 7 ദിവസത്തെ പരിപാടിയാണിത്. പിന്നെ ദ്വാപര യുഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ്, നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത് എന്നാണ് വിശ്വാസം. അത്രത്തോളം പഴക്കമുണ്ട്. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പുരാതനമായ 108 ശിവാലയങ്ങളിൽ ഒന്നായിട്ട് ഈ ക്ഷേത്രത്തെ കാണുന്നു. പിന്നെ ഇവിടുത്തെ ഉത്സവം പ്രാധാന്യമില്ല. പക്ഷേ ഈ തളി ശിവക്ഷേത്രം എന്ന ആരാധനാലയം കോഴിക്കോട്ടെ സാംസ്കാരിക സമ്പന്ന ആത്മീയ പൈതൃകങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഓർമ്മിക്കുക, കോഴിക്കോട് തളി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു മഹാദേവനും ശ്രീകൃഷ്ണനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. മഹാദേവനാണ് കൂടുതൽ പ്രാധാന്യം. രേവതി പട്ടത്താനം ഇവിടെയാണ്. പിന്നെ കിഴക്കോട്ടാണ് ശിവദർശനം, പടിഞ്ഞാറോട്ടാണ് ശ്രീകൃഷ്ണൻ്റെ ദർശനം. പിന്നെ ഈ തുലാം മാസം രേവതി നാളിൽ ആരംഭിക്കുന്ന ഒരു ബൗദ്ധിക സദസ്സാണ് രേവതി പട്ടത്താനം. 7 ദിവസത്തെ ഉത്സവമാണ്. കേരളത്തിലെ 107 ശിവാലയങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഈ ക്ഷേത്രം. കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പാർവതി സമേതനായ ആനന്ദഭാവത്തിലെ പരമശിവനാണ്. തുല്യഭാവത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുമുണ്ട്. ദ്വാപര യുഗത്തിൻ്റെ അന്തിമഘട്ടത്തിൽ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രമാണ് എന്ന് കരുതുന്നു. 108 ശിവാലയങ്ങൾ ഒന്നായിട്ട് കരുതുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് രേവതി പട്ടത്താനത്തെക്കുറിച്ചാണ്. തുലാം മാസത്തിലെ രേവതി നാളിൽ നടക്കുന്ന 7 ദിവസത്തെ വാർഷിക ബൗദ്ധിക പരിപാടിയാണ് വേദപണ്ഡിത സദസ്സാൻ രേവതി പട്ടത്താനം. ഇതിൽ പങ്കെടുക്കുന്നവരെ ഭട്ട എന്ന സ്ഥാനപ്പേര് നൽകി പണവും സമ്മാനം നൽകി ആദരിക്കുമായിരുന്നു. അതാണ് പണ്ടുണ്ടായിരുന്നത്. പിന്നെ തളി ശിവക്ഷേത്രം ഞാൻ പറഞ്ഞു, ഒരു കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളിൽ പെട്ട ഒന്നാണ്. ഇനി അടുത്ത് പഠിക്കേണ്ടതാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. 2 പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ 1910 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്.
പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനില്ല. ഇനി ലോകനാർക്കാവ്. ലോകനാർക്കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു പേരാണ് തച്ചോളി ഓതേനൻ. അങ്ങനെ തന്നെ ചോദിക്കും. കളരിപ്പയറ്റിൻ്റെ ആശാനായിരുന്ന തച്ചോളി ഓതേനൻ ആരാധന നടത്തിയതായി വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരദേവതകളുടെ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ലോകനാർക്കാവ് ക്ഷേത്രമാണ്. ഒരു കാലത്ത് ഈ ലോകനാർക്കാവ് കളരിപ്പയറ്റ് യോദ്ധാക്കളുടെ ഒരു ആത്മീയ കേന്ദ്രമായിരുന്നു. അപ്പോൾ ഓർമ്മിക്കുക, കളരിപ്പയറ്റുമായി ബന്ധമുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ പറഞ്ഞ ലോകനാർക്കാവ് ക്ഷേത്രം. വടക്കൻ പാട്ടുകളിലെല്ലാം ഈ ലോകനാർക്കാവ് കയറി വരാറുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെയും കളരിപ്പയറ്റ് എന്ന ആയോധന കലയുടെയും ഒരു ബന്ധം സൂചിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ മേമുണ്ടയിൽ, വടകരയ്ക്കടുത്തുള്ള മേമുണ്ടയിലാണ്, വടകരയിൽ എന്ന് ഓർമ്മിച്ച വടകരയ്ക്കടുത്തുള്ള മേമുണ്ടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പുരാണം തന്നെ കളരിപ്പയറ്റുമായി ആഴത്തിൽ ഇഴ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. അതാണ് വേറൊരു പ്രാധാന്യം. ദുർഗാദേവിയാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നൊരു ക്ഷേത്രമാണിത്. മീനമാസത്തിൽ നടക്കുന്ന ഒരു പൂരമുണ്ട് ഇവിടെ. മീനമാസത്തിൽ പൂരം മീനമാസത്തിലാണ്, അത് ഓർമ്മിക്കുക. പിന്നെ 30 ദിവസത്തെ ഉത്സവമാണ്. അത് മണ്ഡലകാല ഉത്സവമാണ്. മണ്ഡലകാലം 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. പിന്നെ ഉത്സവ വേളകളിൽ പൂരക്കളി നടക്കുന്ന ക്ഷേത്രമാണ്. പൂരക്കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂറിലെയും ചില ക്ഷേത്രങ്ങളിലുണ്ട്. കളരിപ്പയറ്റിനോട് സാമ്യമുള്ള ഒരു നൃത്തമാണ് പൂരക്കളി. ഓർമ്മിക്കുക, വടകരയ്ക്കടുത്ത് മേമുണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. തച്ചോളി ഓതേനനുമായി ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. കളരിപ്പയറ്റ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട, കളരിപ്പയറ്റുമായി അഭേദ്യ ബന്ധമുള്ള ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണിത്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. മീനമാസം നടക്കുന്ന പൂരമാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. 30 ദിവസത്തെ വാർഷികോത്സവം വൃശ്ചിക മാസത്തിലാണ്. വൃശ്ചിക മാസത്തിലെ മണ്ഡലകാല ഉത്സവമാണ് നടക്കുന്നത്. നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ 7 ദിവസം 8 ദിവസം ഉത്സവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ 10 ദിവസം നടക്കുമ്പോൾ ഇവിടെ 30 ദിവസമാണ്. പൂരക്കളി എന്ന ഒരു നൃത്തം, അതായത് കളരിപ്പയറ്റിനോട് സാമ്യമുള്ള പൂരക്കളി എന്ന നൃത്തം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. കാര്യത്തിലേക്ക് വരാം. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള മേമുണ്ടയിലാണ് ഈ ക്ഷേത്രം. കളരിപ്പയറ്റുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തേത്. പിന്നെ വടക്കൻ പാട്ടുകളിലൊക്കെ ഈ ക്ഷേത്രം പലപ്പോഴും കയറി വരാറുണ്ട്. തച്ചോളി ഓതേനനുമായിട്ട് അദ്ദേഹം ആരാധന നടത്തിയതായിട്ട് വിശ്വസിക്കുന്നു. പ്രധാന പ്രതിഷ്ഠ ദുർഗാ ദേവിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ ഇന്നത്തെ ഉത്സവത്തെക്കുറിച്ച് പറയാനുള്ളത്, 30 ദിവസത്തെ ഉത്സവമാണ്. മീനമാസത്തിൽ പൂരമുണ്ട്. 30 ദിവസം മണ്ഡലകാല ഉത്സവമാണ്. പൂരക്കളി അവതരിപ്പിക്കുന്ന ക്ഷേത്രമാണിത്. കളരിപ്പയറ്റിനോട് സാമ്യമുള്ള ഒരു കലയാണ് പൂരക്കളി. അടുത്തിനി നമുക്ക് പഠിക്കാനുള്ളത് കാഞ്ഞിരശ്ശേരി ശ്രീ ശിവക്ഷേത്രം. എന്തെങ്കിലും പ്രാധാന്യമുണ്ടെങ്കിൽ മാത്രമേ ഓരോ ക്ഷേത്രങ്ങളെ എടുത്ത് പറയുള്ളൂ. പ്രാധാന്യമില്ലാത്ത മഹാക്ഷേത്രമാണെങ്കിൽ അത് പറയില്ല. ഇപ്പോൾ ലോകനാർക്കാവ് തച്ചോളി ഓതേനുമായി ബന്ധമുള്ളതാണ്. 30 ദിവസം ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ്. കളരിപ്പയറ്റുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാഞ്ഞിരശ്ശേരി ശ്രീ ശിവക്ഷേത്രം പറയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൂത്തുകളിൽ പ്രാധാന്യമുള്ള മത്തവിലാസം കൂത്ത്. മത്തവിലാസം എന്ന് പറയുന്ന ഒരു കൂത്ത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. മലബാറിൽ വളരെ വിരളമായി മാത്രം നടത്തപ്പെടുന്ന ഒരു കൂത്താണ് മത്തവിലാസം കൂത്ത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സന്താന ലബ്ധിക്കും വേണ്ടി നടത്തുന്ന ഒരു വഴിപാടാണിത്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും വലിയ പ്രാധാന്യമില്ല. ശിവക്ഷേത്രം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ രുദ്രരൂപത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കശ്യപമുനി, പുരാണങ്ങളിൽ പറയുന്ന കശ്യപമുനി പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ സ്ഥലം ചേമഞ്ചേരി പഞ്ചായത്തിലാണ് ഈ കാഞ്ഞിരശ്ശേരി. കാഞ്ഞിരശ്ശേരി എന്ന് കേൾക്കുമ്പോൾ ഏത് ജില്ലയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അത് കോഴിക്കോട് ജില്ലയിലാണെന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്യണം. പിന്നെ മത്തവിലാസം കൂത്ത് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഈ മത്തവിലാസം കൂത്ത് അവതരിപ്പിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളെ മലബാർ ജില്ലയിൽ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക.
ഇനി അടുത്ത് പഠിക്കേണ്ടത് വരയ്ക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ്. 1-2 പ്രാധാന്യങ്ങളാണ് ഉള്ളത്, നമുക്കത് നോക്കാം. ഒന്ന്, അറബിക്കടലിൻ്റെ സാമീപ്യം ഉള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെ വളരെ അപൂർവ ക്ഷേത്രങ്ങളാണ് ഈ കടലിനോട് ചേർന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ക്ഷേത്രങ്ങൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ, അറബിക്കടലിന് സാമീപ്യമുള്ള വെസ്റ്റ് ഹില്ലിലെ വരയ്ക്കൽ കുന്നിലാണ് ഈ ക്ഷേത്രം. വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രമാണ്. പിന്നെ മറ്റൊന്ന്, പരശുരാമൻ ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ അവസാനം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. ശാന്തഭാവത്തിലുള്ള ദുർഗാ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. ശാന്തഭാവത്തിലുള്ള ദുർഗാ ഭഗവതിയാണ്. എല്ലാ സ്ഥലങ്ങളിലും, മിക്കവാറും ഉള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം, ക്ഷേത്രങ്ങളിലെല്ലാം, ദുർഗാക്ഷേത്രങ്ങളിലെല്ലാം രൗദ്രഭാവത്തിലുള്ള ദുർഗാദേവി ആയിരിക്കും. ഇവിടെ ശാന്തഭാവത്തിലാണ്. സങ്കല്പം രാജരാജേശ്വരി സങ്കല്പമാണ്. പിന്നെ ദേവിയുടെ പൂജയ്ക്കായിട്ട് പരശുരാമൻ സൃഷ്ടിച്ചു എന്ന് കരുതുന്ന ഗുഹകൾ, ഈ പാറയ്ക്കുള്ളിലെ ഒരു കുളവും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. അതൊരു പ്രാധാന്യമുള്ള കാര്യമാണ്, അത് ഓർമ്മിക്കുക. ഇപ്പോൾ അറബിക്കടലിൻ്റെ സാമീപ്യം കൊണ്ട് ശ്രദ്ധേയമായ വെസ്റ്റ് ഹില്ലിലെ വരയ്ക്കൽ കുന്നുകളിലാണ് ഈ ക്ഷേത്രമുള്ളത്. പരശുരാമൻ ഏറ്റവും അവസാനം പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന അങ്ങനെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണിത്. ശാന്തഭാവത്തിലുള്ള ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സങ്കല്പം, ആ ദേവിയുടെ സങ്കല്പം രാജരാജേശ്വരി സങ്കല്പമാണ്. പിന്നെ ക്ഷേത്രത്തിൽ കാണുന്ന ഗുഹകൾ, അപൂർവ ഗുഹാഘടനയും പാറയ്ക്കുള്ളിലെ ഒരു കുളവും ദേവിയുടെ പൂജയ്ക്കായിട്ട് പരശുരാമൻ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രം. ഈ കൊല്ലം പിഷാരിക്കാവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞുള്ള കൊല്ലം ആയിരിക്കും. അല്ല, ആ കൊല്ലവുമായിട്ടിന് ബന്ധമുണ്ട്. എന്നാൽ ഇത് പിഷാരിക്കാവ് എന്ന സ്ഥലം കോഴിക്കോടാണ്. അവിടെ കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രമുണ്ട്. കൊയിലാണ്ടിയിലാണത്. നമുക്ക് വളരെ അപൂർവം പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ആ പോയിന്റിലേക്ക് കടക്കാം. കൊല്ലം പിഷാരിക്കാവ് ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ കൊല്ലം എന്ന സ്ഥലത്താണ്. അത് ഓർമ്മിക്കുക കേട്ടോ. ഉപദേവതന്മാർ പ്രധാനമല്ല, ശിവനെയും ശാസ്താവും നിങ്ങൾ നോക്കി പഠിച്ചുകൊണ്ടാൽ മതി. ഇവിടെ കാളിയാട്ടം എന്നൊരു ചടങ്ങുണ്ട്. ദേവിയുടെ രൂപത്തിലുള്ള ഒരു നൃത്തമാണ് കാളിയാട്ടം. പിഷാരിക്കാവിലെ വർഷാന്ത ഉത്സവം കാളിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഐതിഹ്യങ്ങളിലെല്ലാം കൊല്ലവുമായിട്ട്, എന്നുള്ള തിരുവനന്തപുരം കൊല്ലവുമായിട്ട്, അടുത്തുള്ള കൊല്ലവുമായിട്ട് ഇത് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൊല്ലം എന്ന് പേര് വന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കൊല്ലം പിഷാരിക്കാവ് ദേവീ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? 2. കാളിയാട്ടം എന്ന വർഷാന്ത ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് എന്ന് ഈ 2 കാര്യങ്ങളും ചോദിച്ചാൽ അത് ഈ കോഴിക്കോട് ജില്ലയിൽ കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രമാണ് എന്ന് കാര്യം ഓർമ്മിക്കുക. സ്ഥലം കൊയിലാണ്ടിയാണ്. വളയനാട് ദേവീക്ഷേത്രം. വളയനാട് ദേവീക്ഷേത്രത്തെക്കുറിച്ചും അപൂർവം കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും ചെറിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചില ക്ഷേത്രങ്ങൾ പറയുന്നത്. മഹാക്ഷേത്രങ്ങളായിരിക്കും, പക്ഷേ ആ ക്ഷേത്രങ്ങളിൽ നമുക്ക് പഠിക്കേണ്ട അപൂർവം കാര്യങ്ങളേ ഉള്ളൂ. നമ്മളത് പഠിച്ചാൽ മതി. സാമൂതിരി രാജവംശത്തിൻ്റെ ഉപാസന മൂർത്തിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ വളയനാട് ദേവീക്ഷേത്രം. സാമൂതിരി കുടുംബത്തിൽ ഒരു കുട്ടി പിറന്നാൽ ആ കുട്ടിയെ ദേവിയുടെ സന്നിധാനത്തിൽ നിലം മെഴുകി കെടുത്തിയതിന് ശേഷം പിന്നീട് കുട്ടിയെ തിരിച്ചെടുക്കുന്നത് ദേവിയുടെ കുട്ടിയായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഈ സാമൂതിരി വംശത്തിലെ ആ കുട്ടിയുടെ മാതാപിതാക്കളെല്ലാം പിന്നെ അതൊരു പോറ്റുകാരായി മാറും. അപ്പോൾ അങ്ങനെ ഒരു പോറ്റുകാരായി കുഞ്ഞിനെ സ്വീകരിക്കുന്ന ചടങ്ങ് ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ വളയനാട് ദേവീക്ഷേത്രം. അപ്പോൾ സാമൂതിരി രാജവംശത്തിൻ്റെ ഉപാസന മൂർത്തിയായിട്ട് കണക്കാക്കപ്പെടുന്ന വളയനാട്ടമ്മയാണ്. അക്കാര്യം ഓർമ്മിക്കുക. പിന്നെ പ്രധാന പ്രതിഷ്ഠ ദേവിയാണ്. വടക്കോട്ടാണ് ദർശനം. വടക്ക് ദർശനമുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. ഉഗ്രമൂർത്തി ഭാവമാണ്. പിന്നെ ശ്രീകോവിലിൽ സപ്ത മാതാക്കളുടെ ദാരുരൂപ പ്രതിഷ്ഠകൾ, അത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ കുട്ടിയെ കിടത്തി പോറ്റുകാരായി സ്വീകരിക്കുന്ന ക്ഷേത്രം ഇതാണെന്ന് ഓർമ്മിക്കുക. സാമൂതിരി രാജവംശത്തിൻ്റെ ക്ഷേത്രമാണെന്ന് കൂടി ഓർമ്മിക്കുക. ഇനി ഉരുപുണ്യക്കാവ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഉരുപുണ്യക്കാവ്. ഈ ഉരുപുണ്യക്കാവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ
പിതൃതർപ്പണത്തിന് ഈ ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അത് പിന്നെ പഠിക്കാം. കോഴിക്കോട് മൂടാടി എന്ന സ്ഥലം, മുച്ചുകുന്ന് മൂടാടി കേളപ്പൻ്റെ ജന്മസ്ഥലമാണെന്ന് തോന്നുന്നു, നോക്കുക, അല്ലെങ്കിൽ മാറ്റി പഠിക്കുക. അപ്പോൾ അങ്ങനെ കോഴിക്കോട് മൂടാടിയിൽ ഒരു കുന്നഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇതെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പുണ്യക്കാവ് അല്ലെങ്കിൽ ഒരു പുണ്യക്കാവ്, ഗുരുപുണ്യക്കാവ് എന്നീ പേരുകളിലേക്ക് ഇത് അറിയപ്പെടുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, പുണ്യജലം നിറഞ്ഞ 5 പുണ്യകുളങ്ങൾ ഈ പരിസരത്തുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് 5 പുണ്യകുളങ്ങളുണ്ട്. അത്തരമൊരു കുളം ക്ഷേത്രത്തിന് ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു. ഈ കുളത്തിലെ പുണ്യജലമാണ് എല്ലാ പൂജകൾക്കും ആചാരങ്ങൾക്കും ഉപയോഗിക്കുന്നത്. മിതമായ പ്രാധാന്യമില്ല ഇവിടുത്തെ ഇങ്ങനെ ഈ കുളങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നീട് പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രമായതുകൊണ്ട് തന്നെ. വയനാട് ജില്ലയിലെ തിരുനെല്ലി പോലെ, നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം പോലെ, ആലുവ മണപ്പുറം പോലെ, വർക്കല മണപ്പുറം പോലെ, പാപനാശം മണപ്പുറം പോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഉരുപുണ്യക്കാവ്. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അത് ഈ കുളങ്ങളുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെടിക്കെട്ട് നിഷിദ്ധമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഈ കുന്നിൽ ഒരടി കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും എന്നുള്ള കാര്യം അറിയുക. അതറിഞ്ഞാൽ മാത്രം മതി. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഇവിടുത്തെ ഉത്സവം. അപ്പം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, പിതൃതർപ്പണത്തിന് പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ഉരുപുണ്യക്കാവ്. കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലാണ് ഈ ക്ഷേത്രം. പരശുരാമനെ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാക്ഷേത്രങ്ങളൊന്നാണ്. പിന്നെ ഒരു പുണ്യക്കാവ്, ഗുരുപുണ്യക്കാവ് എന്നീ പേരുകളിലൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. 5 കുളങ്ങൾ ക്ഷേത്ര ചുറ്റും കോമ്പൗണ്ടിലുണ്ട്. അതിൽ ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരെണ്ണമുണ്ട്. അതിൽ നിന്നാണ് ഇവിടുത്തെ പൂജയ്ക്ക് ആവശ്യമായ ജലം എടുക്കുന്നത്. മഴക്കാലത്ത് കടലിൻ്റെ കോപത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനെ പരശുരാമൻ ജലദുർഗാദേവിയെ പ്രധാന ദേവതയായും അയ്യപ്പനെയും ഗണേശനെയും എല്ലാം ഉപദേവതയായിട്ടും പ്രതിഷ്ഠിച്ച് പിന്നെ ജലദുർഗ ഭഗവതിയായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കാരണം മഴക്കാലത്ത് ഈ ഭൂമി സംരക്ഷണത്തിന് വേണ്ടി പരശുരാമൻ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. പിന്നെ ഞാൻ പുണ്യജലത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ തിരുനെല്ലിക്കൊപ്പം പ്രാധാന്യമുള്ള പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. പിന്നെ ഉത്സവത്തിന് വെടിക്കെട്ട് നിഷിദ്ധമാണെന്നുള്ള കാര്യം, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഉത്സവം വളരെ ലളിതമായ ഉത്സവമാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ലളിതമായ ഉത്സവം എവിടുത്തതാണ് എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. ഇപ്പോൾ എന്തായാലും അറിയുക ഒരു ഇൻഫർമേഷൻ. ബാലുശ്ശേരി കോട്ടശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രമാണ്. വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോട്ടയുടെ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ, അപ്പോൾ ബാലുശ്ശേരിയിലാണ്, കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് ക്ഷേത്രം. ശിവൻ്റെയും പാർവതിയുടെയും മകനായ വേട്ടയ്ക്കൊരുമകൻ, കാട്ടാള ദേവനായിട്ട് കണക്കാക്കപ്പെടുന്ന വേട്ടയ്ക്കൊരുമകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏറ്റവും പ്രശസ്തമായ ഇവിടുത്തെ ചുമർ ചിത്രമാണ് അനന്തശയനം. നമ്മുടെ പത്മനാഭ സ്വാമി ശയിക്കുന്ന രൂപമുള്ള അനന്തശയനം ഇവിടുത്തെ ചുവർ ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മലബാറിലെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. പിന്നെ ഇവിടുത്തെ ഞാൻ ഈ കാര്യം പറയാൻ തന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രമായതുകൊണ്ട്. മറ്റൊന്ന്, 12000 തേങ്ങയേറ് എന്നൊരു ചടങ്ങ് വാർഷിക ഉത്സവത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു താളാത്മകമായ രീതിയിൽ അത് പൊട്ടിച്ച് കൊണ്ടുവരുന്ന 12000 തേങ്ങകൾ തുടർച്ചയായി താളാത്മകമായി ഉടയ്ക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ വളരെ കുറച്ച് കാര്യങ്ങളെ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ചാണ്. അടുത്ത നമുക്ക് വയനാട് ജില്ലയെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നന്ദി.